നമസ്കാരം. കോട്ടയം വഞ്ചിമല സ്വദേശിയായിട്ടുള്ള അനന്തു അജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനന്തു ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ ഈ പറയുന്നത് പോലെ RSSനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ചില വ്യഗ്രതകൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും DYFIയും SDPIയും ഉൾപ്പെടെയുള്ള ചില സംഘടനകളുടെ ഭാഗത്തു നിന്നും അതുപോലെ ഈ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചില പ്രത്യേക മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ ചൊല്ലി കൃത്യമായ ചില വിവരണങ്ങൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ NM എന്ന് പറയുന്ന, അതായത് അനന്തു അജി താൻ മരിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പങ്കുവെച്ച ആ വീഡിയോയിൽ പറയുന്ന NM എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ് എന്ന അന്വേഷണത്തിലൊടുവിൽ അത് നിതീഷ് മുരളീധരൻ പറയുന്ന ഒരാളാണെന്നും അയാൾ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് RSSുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണെന്നും അയാളാണ് അനന്തുവിനെ ഇങ്ങനെ പീഡിപ്പിച്ചത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ NM എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പോലീസ് കൃത്യമായി അന്വേഷിക്കുകയും അത് നിതീഷ് മുരളീധരനാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം നിയമോപദേശം തേടുകയും ആ നിയമോപദേശത്തിൽ ലൈംഗിക പീഡനത്തിന് കേസെടുക്കാം, ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അത് മരണമൊഴിയായി കണക്കാക്കിക്കൊണ്ട് കേസെടുക്കാം എന്നുള്ള ഒരു നിയമോപദേശം പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ ഒരു FIRൽ RSSന്റെ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രസകരമായ ചില പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ നിതീഷ് മുരളീധരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ പല വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ അനന്തുവിന്റെ ചെറുപ്പത്തിൽ ഈ നിതീഷ് മുരളീധരന് 11 വയസ്സാണുള്ളത്. 3 വയസ്സ് മുതൽ അനന്തു തന്നെ നിതീഷ് മുരളീധരനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 3 വയസ്സ് അനന്തുവിനുള്ളപ്പോൾ നിതീഷ് മുരളീധരന്റെ പ്രായം എന്ന് പറയുന്നത് 11 വയസ്സാണ്. അനന്തുവിന്റെ വീടിന്റെ തൊട്ടടുത്ത അയൽവാസിയാണ് ഈ പറയുന്ന നിതീഷ് മുരളീധരൻ. അദ്ദേഹം ഈ ശാഖയുമായി ബന്ധപ്പെട്ട് വല്ലപ്പോഴും ഈ ശാഖ പരിപാടികൾക്ക് വരികയും RSSന്റെ പരിപാടികൾക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ നിതീഷ് മുരളീധരൻ എന്ന് പറയുന്നത്. അനന്തുവിനെ പോലെയോ അല്ലെങ്കിൽ അനന്തുവിന്റെ അച്ഛൻ അജി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് ശാഖയിലെ ആളുകൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന RSSന്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരാളായിരുന്നു. ഈ അനന്തു അവിടെ കുട്ടികൾക്ക് ശാഖാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ, അതായത് കുട്ടികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തീരെ പ്രായം കുറഞ്ഞ കുട്ടികളല്ല, അത് കുറച്ച് മുതിർന്ന ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു അനന്തു എന്ന് പറയുന്നത്. ഒരു മുഴുവൻ സമയ RSS പ്രവർത്തകനാകണം എന്നുള്ളതായിരുന്നു അനന്തുവിന്റെ ആഗ്രഹവും. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ RSSന്റെ ഏതെങ്കിലും ഒരു പരിവാർ സംഘടനകളിലോ BJPയിലോ തന്നെ ഈ പറയുന്ന നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന ആൾ ഒരു മുഴുവൻ സമയ പ്രവർത്തകനോ RSSന്റെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളോ ഒന്നുമല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ 11 വയസ്സുള്ള ആളെ എങ്ങനെയാണ് ഈ 3 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ഇത്രയും വർഷം മുന്നോട്ട് പോവുക എന്നൊരു കൃത്യമായ ചോദ്യമാണ്. കാരണം ഒന്നുകിൽ ഈ കുട്ടി അത് വീട്ടിൽ പറഞ്ഞില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ശാഖാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ആ സമയത്ത് ഈ കുട്ടി അച്ഛനോടെങ്കിലും പറയില്ലേ? ആ സമയം തുടർച്ചയായി എങ്ങനെ ഒരു കുട്ടിക്ക് ശാഖയിൽ പോകാൻ പറ്റി തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് എന്നെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം പറയുന്നത് ഇത്രയും വർഷം എന്തായിരുന്നു, ഇപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് പീഡനമാണ് എന്ന്? ഇപ്പോൾ വേടന്റെ കേസ് തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുക. വേടന്റെ കേസിൽ പറയുന്നത് 4 വർഷം മുമ്പ് വേടൻ എന്നെ ഈ അദ്ദേഹത്തിന്റെ ആ ഫ്ലാറ്റിൽ വെച്ചിട്ട്, അതായത് വേടന്റെ ഫ്ലാറ്റിലല്ല, ആ പറയുന്ന വിക്ടിമിന്റെ ഫ്ലാറ്റിൽ വെച്ചുകൊണ്ട് വേടൻ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി രംഗത്ത് വന്നപ്പോഴും ആ പെൺകുട്ടിയോട് ഈ ഇടതുപക്ഷത്തെ പ്രമുഖരും അതുപോലെ തന്നെ SDPIയുടെ ആളുകളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ 4 വർഷം കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് മനസ്സിലായത് അത് പീഡനമാണ് എന്നാണ് ചോദിച്ചിരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ന്യായം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണോ ഈ പറയുന്ന ഈ വിദ്യാർത്ഥിക്ക് ഇത് ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനമാണ് എന്ന് മനസ്സിലായത് എന്നൊരു ചോദ്യമുണ്ട്. തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന ഒരാൾ എങ്ങനെ വീണ്ടും ശാഖയിലേക്ക് പോവുകയും അവിടെ ശാഖയിലെ തന്നെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒരാളായി മാറുകയും ചെയ്തു എന്നതും ഒരു വലിയ ചോദ്യമാണ്. അതിനുശേഷം 2019 കൃത്യമായി ഇടുക്കിയിലെ ഒരു കോളേജിൽ അനന്തു പഠിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയവുമായി ബന്ധപ്പെട്ടാണ് അനന്തുവിന്റെ അച്ഛൻ വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്, ഏകദേശം 2019. ആ സമയം മുതൽ അനന്തു പിന്നീട് ഈ RSS ശാഖാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല. പിന്നീട് അത്തരം വിഷയങ്ങളുമായിട്ട് ഒന്നും തന്നെ അനന്തു പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.
പിന്നീട് എങ്ങനെയാണ് അനന്തുവിനെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്? അനന്തുവിന്റെ സഹോദരിയുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് കേസ് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞതാണ്. ലവ് ജിഹാദ് ആയി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അത്തരമൊരു കെണിയിൽ ആ കുട്ടി പെട്ടു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ അനന്തുവിന്റെ സ്വത്തും കാറും ഉൾപ്പെടെയുള്ള കാര്യം സ്വന്തം അളിയന്റെ പേരിലേക്ക്, അതായത് ഈ പെങ്ങളെ കല്യാണം കഴിച്ച അളിയന്റെ പേരിലേക്ക് മാറ്റപ്പെടണം അല്ലെങ്കിൽ മാറും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചത് ആരാണ്? ആ കുടുംബത്തിന്റെ ഒരു നേതൃത്വം അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് RSS വിരുദ്ധമായി ആ കുടുംബത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ആരാണ്? അതിൽ ഈ പറയുന്ന ആളുടെ സഹോദരിയുടെ ഭർത്താവിന് എന്താണ് റോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊന്നും അന്വേഷിക്കാതെയാണ് ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും വീണ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ RSSനെ കുറ്റവാളിയാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഡിവൈഎഫ്ഐക്കകത്ത് CPM-നകത്ത് പീഡന കേസിൽ കുടുങ്ങിയ എത്രയധികം ആളുകളുണ്ട്? ബ്രാഞ്ച് കമ്മിറ്റിയിലെ സ്വന്തം സഖാവിനെ തന്നെ പീഡിപ്പിക്കപ്പെട്ട കേസുകൾ എത്രയുണ്ട്? സ്വന്തം ഡിവൈഎഫ്ഐ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസുകൾ എത്രയുണ്ട്? ഡിവൈഎഫ്ഐയുടെ സഖാക്കന്മാർ ഈ പറയുന്നത് പോലെ പീഡന കേസിൽപ്പെട്ട എത്രയോ അധികം സഖാക്കളുണ്ട്. ഇനി കോൺഗ്രസിനകത്ത് പീഡിപ്പിക്കപ്പെട്ട എത്രയധികം ആളുകളുണ്ട്? പീഡനത്തിന് നേതൃത്വം കൊടുത്ത അറസ്റ്റിലായിട്ടുള്ള വലിയ നേതാക്കന്മാർ എത്ര ആളുകളുണ്ട്? എത്ര ആളുകൾക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്? ഇനി സംസ്ഥാനത്തെ മദ്രസകളിൽ ഒരു ദിവസം പത്രം എടുത്ത് പരിശോധിച്ചാൽ ആ ഒരു ദിവസത്തെ പത്രത്തിൽ പോലും മദ്രസ പീഡനമില്ലാത്ത ഒരു പത്രം ഒരു ദിവസം ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. അത്രയും മദ്രസ പീഡനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ മദ്രസകളിൽ മുഴുവൻ പീഡനമാണ് എന്നോ, കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ പീഡനങ്ങളുടെ പാർട്ടിയാണെന്നോ, CPM പീഡിപ്പിക്കപ്പെടുന്നവരുടെ പ്രസ്ഥാനമാണെന്നോ ഒന്നും ആരും പറയുന്നില്ലല്ലോ. RSSനെതിരെ നിങ്ങൾക്ക് കേരളത്തിൽ വീണ് കിട്ടിയത്, ഇത്രയും കാലത്തിനിടയ്ക്ക് വീണ് കിട്ടിയ ഒരു സംഭവമാണ് ഏതോ ഒരു നിതീഷ് മുരളീധരൻ ഈ പറയുന്ന ഒരാളെ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അതും RSS തമ്മിൽ എന്താണ് ബന്ധം? ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ നിതീഷ് മുരളീധരൻ ഈ പറയുന്ന അനന്തുവിനെ എന്തെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായി കേസെടുത്ത് അയാളെ അകത്താക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതും RSSും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തെ മുഴുവൻ ഈ പറയുന്നത് പോലെ എന്താണ് പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ആ ഒരു വ്യഗ്രത ഉണ്ടല്ലോ, അത് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഒക്കെ പുച്ഛിച്ചു തള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി RSSന്റെ ഒരു കേസും CPM-ന്റെ 100 കേസും കോൺഗ്രസിന്റെ 100 കേസും മദ്രസകളിലെ 500-1000 കേസും ഒക്കെ എടുത്തു വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് RSSനെ ഒന്നും പറയാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, അതായത് മക്കളെ RSS ശാഖയിലേക്ക് വിടരുത് എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പീഡനം നടന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളും എല്ലാ ഡിവൈഎഫ്ഐയുടെ കമ്മിറ്റികളിലേക്ക് കുട്ടികളെ വിടരുത് എന്ന് പറയേണ്ടി വരില്ലേ? ഈ പറയുന്ന CPM-ന്റെ കമ്മിറ്റികളിലേക്ക് കുട്ടികളെ വിടരുത് എന്ന് പറയേണ്ടി വരില്ലേ? കോൺഗ്രസിന്റെ കമ്മിറ്റികളിലേക്ക്, അതുപോലെ ഈ പറയുന്ന പോലെ എന്താണ് മദ്രസകളിലേക്ക് കുട്ടികളെ വിടരുത് എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു കാര്യവുമില്ലാതെ RSSനെ വലിച്ചിടുക, RSSനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി ഒരു കേസ് ഉണ്ടാക്കുക, ആ കേസ് ഉണ്ടാക്കിയിട്ട് അത് പോലീസിന് തന്നെ കൺഫ്യൂഷൻ വരിക, ഭരണകൂടത്തിന്റെ നിർബന്ധത്തിന്റെ ഭാഗമായി അവിടെ പോലീസ് നിയമോപദേശം തേടുന്നു, ഈ നിതീഷ് മുരളീധരനെ പ്രതി ചേർക്കുന്നു. 20 വർഷം മുമ്പിലത്തെ ഒരു കേസാണ്. എന്നിട്ടും അതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ജാഗ്രതാ സദസ്സ് നടത്തുന്നു. ഈ ജാഗ്രതാ സദസ്സൊന്നും മുൻപ് വൈശാഖന്റെ കാര്യത്തിലും ശശിയുടെ കാര്യത്തിലും PK ശശിയുടെ കാര്യത്തിലും അതിനുശേഷം കവിയൂർ കേസ്, പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് കേസ് ഉണ്ടല്ലോ. കവിയൂർ പിന്നെ ഏതായിരുന്നു ആ കേസ്? കവിയൂർ കിളിരൂർ അല്ലേ? അതുപോലെ കിളിരൂർ കേസ് തുടങ്ങിയ ഒരുപാട് പ്രശസ്തമായ കേസുകളുണ്ടല്ലോ ഇവിടെ. അത്തരം കേസുകളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും പിന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്താണ് ഒരു വിശദീകരണ ക്ലാസ്സോ അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സോ ഒന്നും ഡിവൈഎഫ്ഐ കൊടുത്തായിട്ട് നമ്മൾ അറിയില്ല. സൂര്യനെല്ലി കേസ് മുതൽ നിലമ്പൂരിൽ രാധ കൊല്ലപ്പെട്ട കേസ് വരെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് ഏതെങ്കിലും ജാഗ്രത സദസ്സ് നടത്തിയതായിട്ട് നമുക്കറിയില്ല. ഈ പറയുന്ന മദ്രസ പീഡനങ്ങളിൽ ഈ ഡിവൈഎഫ്ഐ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? മദ്രസ പീഡനത്തിന്റെ ഭാഗമായി മരണപ്പെടുന്ന കുട്ടികളുണ്ട്, ട്രോമയിലാകുന്ന കുട്ടികളുണ്ട്, ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. ഇതിനെതിരെ എന്താ ഡിവൈഎഫ്ഐ ജാഗ്രത സദസ്സ് സംഘടിപ്പിക്കാത്തത്? മദ്രസയിലേക്ക് ആരും വിടരുത് എന്ന് പറയാത്ത എന്താ? ഇതൊക്കെ ഇരട്ടത്താപ്പ് മാത്രമാണ്. ഇതുകൊണ്ടൊന്നും RSSനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. RSSൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ല. പക്ഷേ RSSനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനാണ് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ അതും RSSന്റെ അടുത്ത് നടക്കില്ല എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.